അപ്പം ഇന്ന് ഒരു കുട്ടി വ്ളോഗാണ്. നമ്മൾ പുറത്ത് പോവാണ്. ഇന്ന് നവംബർ 1 ഇന്ന് ആക്ച്വലി ഇന്ന് എനിക്ക് ഹോളിഡേ ആണ്. എന്ത് കാര്യത്തിലെന്ന് അറിയാൻ പക്ഷെ ഇന്ന് ഹോളിഡേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഷോപ്പിംഗ് പോവാന്ന് ചെറുതായിട്ട്. ഇത് ആക്ച്വലി അത് രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോകണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നെന്തോ സെയിൻസ് ഡേ ഇത് എന്തോ ഒരു ഡേ ആണ്. അപ്പം പക്ഷേ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 6:30 എന്തോന്ന് എണീറ്റാണ്. പക്ഷെ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ കിടന്നിറങ്ങി. പിന്നെ ഒരു 9 മണിയായപ്പോൾ എണീറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പോകാൻ പോകണം. തരാ ഓക്കെ. അപ്പം നമ്മൾ റെഡിയായി. അപ്പം ഞാൻ റെഡിയായി. അപ്പം നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. ഇപ്പം സമയം എത്രയാവും? 10 മണി. ഓക്കെ. അപ്പോൾ ഇപ്പം 11 മണി കഴിഞ്ഞു. അപ്പം നമുക്ക് പതുക്കിറങ്ങാം. വലിയ വെയിലൊന്നും ഇല്ലത്. അപ്പം സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. കഴിഞ്ഞോളൂ മാസ്ക് ആയിട്ട് നമുക്ക്. അപ്പം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളൂ. അപ്പം ഞാൻ ഷോപ്പിംഗ് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഡ്രസ്സ് കണ്ട ആക്രാന്തത്തിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു പോയിരുന്നു. തിരിച്ചുള്ളതിൻ്റെ ഒന്ന്. ഓക്കെ. അപ്പം എന്തായാലും കാണിച്ചു തരാമോ? കാര്യമായിട്ടൊന്നും ഇല്ല. ഫസ്റ്റ് തന്നെ വന്നത് സ്ലിപ്പറും പോട്ടെ ചെരുപ്പാണ്. ഇതാണ് എല്ലാം. ഇത് അവിടെ കണ്ടതിന് എനിക്ക് ഇഷ്ടപ്പെട്ടതും എൻ്റെ കാലിൽ കയറിയതുമായ എൻ്റെ സൈസിന് ആകെ ഈ സാധനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ സൈസിന് കയറുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും എൻ്റെ കാലിൽ കയറുന്നതുമായ ആകെ ഇത് മാത്രമേ. അപ്പം ഞാൻ ഇതെടുത്തു. ഇതിന് 350 ഉള്ളൂ കേട്ടോ. എനിക്കിഷ്ടമായി. സോ നൈസ്. ഇതിൻ്റെ യെല്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കളേഴ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നതാണ്. എനിക്ക് എപ്പോഴും ആകെയുള്ളായിരുന്നു. എനിക്ക് ഫുൾ സ്ലീവ് എന്തെങ്കിലും സാധനം വേണത്. ഫുൾ സ്ലീവ് എസ്പെഷ്യലി ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണത്. എനിക്കറിയാം സ്വന്തമായിട്ട് അങ്ങനത്തെ സാധനമില്ല. എനിക്കൊന്നും ഇവിടെ ഏട്ടെന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെറുക്കി ഇടും. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ഈ സാധനം ഇതാണ് ഫുൾ സ്ലീവ്. ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ 2 കളർ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വൈറ്റും വേറൊന്നൊരു ബ്രൗണിഷ് അങ്ങനെ ഒരു കളറും. അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ വൈറ്റ് എടുക്കാം. ഇത് നൈസാണ്. ഭയങ്കര ഇത് ഇച്ചിരി നമ്മൾ പിടിക്കുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഫുൾ സ്ലീവ് അവിടെ അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആക്ച്വലി വേറൊരു ബ്ലാക്ക് ഒരെണ്ണമുണ്ട്. ബ്ലാക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടനൊക്കെ ഇട്ട് അതിട്ടൊക്കെ ഭയങ്കര ലൈറ്റായിരുന്നു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ചില വെയിറ്റ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്കത് എടുക്കാൻ എന്താ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഈ വൈറ്റ് എടുക്കാം. ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് നമ്മൾ പിടിക്കുമ്പോൾ. പക്ഷെ ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഇത് കണ്ടോ ഇവിടെ ഈ ഹൈലൊക്കെയാണ്. പക്ഷെ നൈസാണ്. പിന്നെ ഫുൾ സ്ലീവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തോണ്ട്. ഇത് സ്മോൾ അല്ല. ഇത് സ്മോൾ സൈസാണ്. പക്ഷെ എനിക്കിത് എന്നെയും കാട്ടി ഇച്ചിരി ലൂസ് ഫിറ്റിംഗ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ നൈസാണ്. അങ്ങനെ ആൻഡ് നമ്മുടെ ലാസ്റ്റ് സാധനം ഞാൻ പോയിട്ട് ഈ 3 സാധനം മേടിച്ചുള്ളൂ. ലാസ്റ്റ് സാധനം കീറി ജീനാണ് ഞാൻ കാണിച്ചത്. അപ്പം ഇത് 3 മേടിച്ചു. ഈ ജീനിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ജീനിന് എനിക്ക് എത്രയോ 700 800 എബവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ടീഷർട്ടിനും അതെ 700 ഓടാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ 3 സാധനം മേടിച്ചു. പക്ഷെ അറിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു ബാക്കി നമുക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഞാനാണെങ്കിൽ കുറേ നാൾ കൂടിയാണെങ്കിൽ ഈ ഡ്രസ്സായിട്ട് മേടിക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞു ഡ്രസ്സ് ഇനി മേടിച്ചാൽ പിന്നെ ഡ്രസ്സ് കയറ്റിയാൽ എന്നെ കെട്ടിവിടാന്ന്.
അങ്ങനെ ഞാൻ പിന്നെ ഓഫീസിൽ പോകുന്ന സമയത്ത് മേടിക്കാന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായില്ല, ഇതിപ്പോൾ എത്ര നാളെന്ന് പറഞ്ഞാൽ ഞാൻ ഉടുപ്പ് മേടിക്കാണ്ടിരിക്കാൻ ചെയ്ത്. ഞാൻ പിന്നെ എന്താ കൊസിനെ കാണാൻ പോയി. കൊസിനെ കണ്ടു. അവിടെ എന്തോ കൊസിന് ക്ലാസ് ഇല്ലായിരുന്നു, അവിടെ എന്തോ സ്ട്രൈക്കോ അങ്ങനെ എന്തോ അലമ്പായിരുന്നു. കാരണം അവരിന്ന് പോന്നു ഉച്ചയായപ്പോൾ എന്തോ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞായിരുന്നു 12:30 മുതൽ 1 മണി 1:30 വരെ ബ്രേക്ക് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം 12:30 ആകുന്നു, ഒരു 3-4 മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ കയറി ചെന്നു. എന്നിട്ട് അവിടെ ഞാൻ എനിക്കാണ് നിൽക്കുന്നത് കയറിച്ചല്ല. എന്നിട്ട് അവിടെ പിന്നെ പുള്ളിക്കാരി എനിക്ക് ഇച്ചിരി സാധനമൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു. അതിനിടയ്ക്ക് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു ആ കാര്യം. എന്നിട്ട് കുറച്ച് സീക്വൻസ് ഒക്കെ എൻ്റെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ ഞാൻ പാവഭാജി കഴിച്ചാൽ ഒരു ഹോസ്റ്റലിൽ തിരിച്ചു പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര വെരി ഷോർട്ട് വ്ളോഗായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. ബൈ.